റെസ്ലർ മൂവി അടിപൊളി മൂവിയാണ്, എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു. ഇൻവെസ്റ്റിഗേറ്റീവ് ക്രൈം ത്രില്ലർ മൂവി എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളതാണ്. അപ്പോൾ അതുകൊണ്ടാണ് ഞാനിപ്പം വൈകിയ വേളയിൽ കാണാൻ വന്നത്. മമ്മൂട്ടി ഉണ്ടെന്ന് കേട്ടിരുന്നു, റിവ്യൂസ് നോക്കിയപ്പോഴത്തേക്ക് മമ്മൂട്ടി ഉണ്ടെന്ന് അറിഞ്ഞിരുന്നു. പക്ഷേ ഈ സിനിമ മുന്നോട്ട് കൊണ്ടുവന്നത് ജയറാം തന്നെയാണ്. ജയറാമിൻ്റെ ആ ഒരു ഇൻവെസ്റ്റിഗേറ്റീവ് ആയിട്ടുള്ള ആ ഒരു പ്രസൻസ് ആണ് സിനിമയെ മുന്നോട്ട് കൊണ്ടുപോകുന്നത്. മമ്മൂട്ടി ഇടയ്ക്ക് വരുന്നുണ്ട് എങ്കിൽ പോലും ലീഡ് ചെയ്ത് നിൽക്കുന്നത് തീർച്ചയായിട്ടും ജയറാം തന്നെയാണ്. ജയറാമിൻ്റെ ഒരു രണ്ടാം വരവായിട്ട് ഈ ഒരു ചിത്രത്തെ ഞാൻ കാൽക്കുലേറ്റ് ചെയ്യുന്നു. ഒരിക്കലും അങ്ങനെയല്ല. ഒന്നാമത് ഈ പിക്ചർ നമ്മൾ കാണുമ്പം, അതായത് ഇതിൻ്റെ അഡ്വർടൈസ്മെൻറ്റിലും ഒന്നും മമ്മൂട്ടി വന്നിട്ടില്ല. പക്ഷേ അത് എനിക്ക് തോന്നുന്നു സോഷ്യൽ മീഡിയയിൽ അങ്ങനെ പ്രചരിക്കുന്ന ഒരു കാര്യമായിരിക്കും. ഒരിക്കലും അല്ല. എൻ്റെ ഒരു അഭിപ്രായത്തിൽ ഈ പടം കണ്ടതിൻ്റെ ഒരു ഒബ്സർവേഷനിലും ശരിക്കും ജയറാം തന്നെയാണ് ഇതിൻ്റെ അകത്ത് ലീഡ് ചെയ്ത് നിൽക്കുന്നതും ഈ പടത്തെ മുന്നോട്ട് കൊണ്ടുപോകുന്നതും. ശരിക്കും ഒരു ഗസ്റ്റ് റോൾ എന്ന രീതിയിൽ മമ്മൂട്ടി വരുന്നു എന്നേ ഉള്ളൂ. കഥ പറയുമ്പോൾ അതിൻ്റെ അകത്തിൽ ശരിക്കും അതിൻ്റെ ഒരു ടേണിംഗ് പോയിന്റ് വരുന്നുണ്ടെങ്കിൽ പോലും ലീഡ് ചെയ്ത് നിൽക്കുന്നത് എൻ്റെ അഭിപ്രായത്തിൽ ജയറാം തന്നെയാണ്. ഒരിക്കലും അങ്ങനെ തോന്നില്ല. അദ്ദേഹത്തിന് ഇഷ്ടംപോലെ ലീഡിങ് റോളുകൾ കിട്ടിയിട്ടുള്ള മൂവീസ് ഉണ്ടല്ലോ. അപ്പോൾ അതിൽ എനിക്കങ്ങനെ തോന്നിയില്ല. പിന്നെ ഈ ഒരു റോളും അദ്ദേഹം അക്സെപ്റ്റ് ചെയ്തല്ലോ, അത് അദ്ദേഹത്തിൻ്റെ വിശാല മനസ്കത തന്നെ. അതിൻ്റെ ആ ഒരു ലാസ്റ്റിലത്തെ ബോൺ റെസ്ലറുണ്ട്, ബോൺ റെസ്ലർ, അപ്പോൾ അത് പറഞ്ഞപ്പോൾ പെട്ടെന്ന് എനിക്കത് സ്ട്രൈക്ക് ചെയ്തായിരുന്നു കേട്ടോ. അത് ശരിക്കും പുതിയതായിട്ട് സംഭവം. ഇപ്പോൾ ദൃശ്യം, അതേപോലെ ഇപ്പോൾ ധൂമിലൊക്കെ കൊള്ളയടിക്കുന്നതൊക്കെ കാണിച്ചിട്ടില്ലേ. അപ്പോൾ അതേപോലെ പുതിയതായിട്ട് ഇതേപോലെ ക്രൈം ചെയ്യാൻ പ്ലാൻ ചെയ്യുന്ന ആൾക്കാർക്ക് ഒരു വഴികാട്ടി എന്ന രീതിയിൽ ആ ഒരു മെസ്സേജ്, ഒരു ബാഡായിട്ടൊരു മെസ്സേജ് കൊടുക്കുന്നുണ്ട്. ശരിക്കും നമുക്ക് അവിടെ ചെയ്യാൻ പറ്റുന്നത്, ഇങ്ങനെ പ്രശ്നങ്ങൾ ഇപ്പോൾ എല്ലായിടത്തും ഉണ്ടാവാം, പക്ഷേ അതിനെ ഒരാളെ വെട്ടി നിർത്തുക അല്ലെങ്കിൽ കൊല്ലുക എന്നുള്ളതല്ല അതിന് പരിഹാരം. പ്രശ്നങ്ങൾ എല്ലായിടത്തും ഉണ്ടാവും, പക്ഷേ അവിടെ നമ്മൾ നമ്മുടെ ഒപ്പോണൻ്റായിട്ട് നിൽക്കുന്ന ആളെ കൊല്ലുക അല്ലെങ്കിൽ വെട്ടി നിർത്തുക എന്നതല്ല അതിന് പരിഹാരമായിട്ടുള്ളത്. മറിച്ച് ആ പ്രശ്നം ഉണ്ടാകുമ്പോൾ അത് സോൾവ് ചെയ്യാനോ അല്ലെങ്കിൽ പുതിയതായിട്ട് ആ പ്രശ്നം ഉണ്ടാവാതിരിക്കാനോ ആണ് നമ്മൾ പരിശ്രമിക്കേണ്ടത്. അങ്ങനെ വേണം അത് സോർട്ട് ഔട്ട് ചെയ്യാൻ. അല്ലാതെ കൊല്ലുക എന്നുള്ളത് ഒരു പരിഹാരമായിട്ട് ഞാൻ കാണുന്നില്ല. എനിക്ക് ഭയങ്കര സന്തോഷം തോന്നി. പ്രത്യേകിച്ച് എനിക്ക് ഇഷ്ടമുള്ളൊരു മൂവിയാണ് അത്. അതിൻ്റെ അകത്തിൽ ആ സോങ്ങും ഭയങ്കര ഇഷ്ടപ്പെട്ടു. ഞാൻ ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്തു. പഴയത് തന്നെ ബെസ്റ്റ്. ഈ പഴയ പാട്ട് തന്നെയാണ് ഇഷ്ടം. വിഷ്വൽസ് രണ്ടും രണ്ട് ഈറയിലുള്ളതായതുകൊണ്ട് എനിക്ക് ഇഷ്ടപ്പെട്ടു. പാട്ട് സ്വതവേ ഇഷ്ടമായതുകൊണ്ട് ഈ പാട്ടും എനിക്ക് ഇഷ്ടപ്പെട്ടു. ഇവിടെ വന്നപ്പോഴേ ശരിക്കും അതിൻ്റെ കോർട്ടസ് എഴുതി കാണിച്ചപ്പോഴാണ് മനസ്സിലായി ഈ പാട്ട് ഇതിലുണ്ടെന്നുള്ളത്.